വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. എളനാട് തിരുമണി പ്രദേശത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിച്ച ഇടം MLA UR പ്രദീപ് സന്ദർശിച്ചു. ശനിയാഴ്ച തിരുമണി പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം സംഭവിച്ചുവെന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ കളക്ടർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ എളനാട് തിരുമണി ഭാഗത്തു നിന്നും കൂടി ഫെൻസിംഗ് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ എടുത്തിട്ടുള്ളതായി സ്ഥലം സന്ദർശന വേളയിൽ MLA UR പ്രദീപ് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ എത്തുമെന്നും പിന്നീട് RRT സംഘവും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ വാഹനം ഉൾപ്പെടെ MLA ഫണ്ടിൽ നിന്നും തുക ഉൾപ്പെടുത്തി അനുവദിച്ചു കൊടുക്കാമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇക്കാര്യം വനം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കർഷക സംഘം മേഖലാ സെക്രട്ടറി PT സാജു, തിരുമണി 11ാം വാർഡ് അംഗം നീതു ഷൈജു സജി, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ ഇൻചാർജ് സനൽ, കർഷക സംഘം ഏരിയ ട്രഷറർ KC ജോർജ്, കർഷക സംഘം മേഖലാ സെക്രട്ടറി PT സാജു, KV സജി, ചന്ദ്രബോസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ എളനാട് തിരുമണി പ്രദേശത്ത് കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ MLAയുടെ ഒപ്പമുണ്ടായിരുന്നു. നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഉള്ള ഒരു ഇടപെടലാണ് വനവകുപ്പും നാട്ടുകാരും എല്ലാവരും കൂടെ ഒരു യോജിച്ച പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ എളനാട് പ്രദേശത്തും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ചേലക്കര പ്രദേശത്തുമെല്ലാം ആനകൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടാൻ സൗകര്യമുള്ളതുകൊണ്ടാണ് അവർ സഞ്ചരിക്കുന്ന വഴി കൂടെ വീണ്ടും വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ആനകൾ വരുന്നത് ഏകദേശം ഇപ്പോൾ കുതിരാം പാലം തുരങ്കം തുറന്ന ശേഷമാണ് ആനകളുടെ വരവ് ചേലക്കര ഭാഗത്തും എളനാട് ഭാഗത്തും കണ്ടു തുടങ്ങിയത്. അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായ ഇപ്പോഴത്തെ MP അദ്ദേഹം മന്ത്രിയായുള്ള സമയത്ത് സോളാർ ഫെൻസിങ് ഉൾപ്പെടെ കാര്യങ്ങൾ പ്രപ്പോസൽ കൊടുക്കുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പണി തോട്ടേക്കോട് മുതൽ ഉണ്ണാത്തിപ്പാറ മുതൽ പണി ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് അതിൻ്റെ പരിപാടി തുടക്കം കുറിച്ചത്. CCV ന്യൂസ്, പഴയന്നൂർ.